ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ ഈ അവസ്ഥയിൽ കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തും. മോം, ഈ ലോ ക്ലാസ് ആളുകളെ കാണുന്നത് തന്നെ എനിക്ക് ഡിസ്ഗസ്റ്റിംഗ് ആവുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് ഇവരെ ഒരു നല്ല പാഠം പഠിപ്പിക്കണം മോം. റിലാക്സ് ബേബ്, വിൽ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. എന്ത് വൃത്തികെട്ട സ്ഥലവാ. ഇങ്ങോട്ടേക്ക് എന്തിനാ വരുന്നേ മോം? ഈ സ്ഥലം കാണാൻ അത്ര കൊള്ളില്ലെങ്കിലും റേറ്റ് കോടിക്കണക്കിനാ പോകുന്നത്. ഒരു പ്രോപ്പർട്ടിയുടെ ഡീലുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റിനകം പോവാം. അവരുടെ കാര്യം നീ വിട്, പോവാം. അമ്മേ, ബാഗ് ഇങ്ങ് തന്നെ. നീ എന്തിനാ പിടിക്കുന്നേ? ഞാൻ തന്നെ പിടിച്ചോളാം. എന്റെ കൂടെ എന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അമ്മയെ ഈ ബാഗ് പിടിക്കാൻ സമ്മതിക്കോ? അതെങ്കിൽ തന്നെ. സംസാരത്തിലെ വീഴ്ത്തുവാ. നടക്ക് തന്നെ. മിസ്സായി പോയല്ലോ. ആ ആരാധികയോട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സംസാരിക്കണം. അവരെ പോലെ ചീപ്പായ ആളുകളെ കണ്ട് മൂടെ പോയമ്മേ. നീ എന്തിനാ അവരുടെ കാര്യം ആലോചിക്കുന്നേ? അവരെങ്ങ് മറന്നേക്ക. നമ്മള് വിട്ടാലും അവര് വിടുന്നില്ലല്ലോ. എങ്ങനെ വഴക്കുണ്ടാക്കി പോയിന്ന് കണ്ടില്ലേ? ഓർക്കുമ്പോ തന്നെ ഭയങ്കര ദേഷ്യം വരും. മാധവൻ സാർ എന്താ എപ്പോഴും പറയുന്നറിയോ പൊന്നു? നീ എന്തിനാ എരിയോടെ ഇരിക്കുന്നതെന്ന് മുളകിനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. കാരണം എരിയുള്ളത് അതിന്റെ ഗുണം. നിനക്ക് എരിയായിട്ട് തോന്നുകയാണെങ്കിൽ അത് കഴിക്കണ്ട, വിട്ടേക്ക്. അതുപോലെ തന്നെയാ ചില ആൾക്കാർ മോശമായിട്ടിരിക്കും. അത് അവരുടെ സ്വഭാവമോ. അത് നമ്മളെ കൊണ്ട് മാറ്റാനേ പറ്റില്ല. അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാ നമുക്ക് നല്ലത്. അമ്മ സൂപ്പർ ആണല്ലോ. മാധവ് സാറ് പറഞ്ഞതെല്ലാം ബൈഹാർട്ട് പഠിച്ചു വെച്ചിരിക്കയല്ലേ? അവര് പോയെന്ന് തോന്നുന്നു. അമ്മേ, ഈ പെണ്ണെന്തെങ്കിലും കരുതെന്ന് വിചാരിച്ചിട്ടാണോ ഈ പഞ്ഞിമുട്ടായി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത്? നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാനും അങ്ങനെ തന്നെയാ. എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എത്ര സന്തോഷായിട്ടാ കഴിക്കുന്നേ. പക്ഷെ വേണോന്ന് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് പറ്റിക്കാൻ നോക്കിയതാ. ഈ അമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാണല്ലേ? ഇഷ്ടമുള്ളതെല്ലാം ആരോടും പറയാതെ മൂടിക്കെട്ടി മനസ്സിൽ തന്നെ വെക്കും. ലൈഫേ ഈ പഞ്ഞിമുട്ടായി പോലെയാ. വായിലിട്ട് അലിഞ്ഞു പോവും. മനസ്സിലുണ്ടാവുന്നത് അതിന്റെ രുചി മാത്ര. നിന്നെ പോലൊരു മരുമകളെ കിട്ടാൻ നിന്റെ അമ്മായിമ്മ പുണ്യം ചെയ്തിരിക്കണം. അവരമ്മയെ പോലെ ആയിരുന്നെങ്കിൽ അതെന്റെ ഭാഗ്യം. മോം, see there. ആ ലോ ക്ലാസ് ലേഡി നമ്മൾ എങ്ങനെയാ വഴക്ക് പറഞ്ഞേ? അവൾക്കൊരു പണി കൊടുക്കണമെന്ന് മോമിന് തോന്നുന്നില്ലേ? ഡ്രൈവർ, കീ, ഡു ഇറ്റ്. What? Take it. Done, mom.
ഇതെന്ത് പറ്റി യൂണിഫോമിന്? സാറേ ഇവര് ചെളി തെറിപ്പിച്ചതാ. ആരെ? ദേ അവരാണ് സാർ. കണ്ടില്ലേ അമ്മ അവരുടെ അഹങ്കാരം? നമ്മുടെ കാര്യം നോക്കി നമ്മൾ നടന്നു പോകുമ്പോ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാൻ നോക്കിയില്ലേ? അവർക്ക് കിട്ടേണ്ടത് കിട്ടും. നീ മിണ്ടാതിരിക്കെ. സോറി ഇൻസ്പെക്ടർ. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ ദേഹത്തെ ചെളി തെറിപ്പിച്ചിട്ട് സോറി പറഞ്ഞങ്ങ് പോകാന്ന് കരുതിയോ? കാറിൽ തന്നെ ഇരിക്കാതെ രണ്ടുപേരും വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. ഏയ്, പറഞ്ഞ കേട്ടില്ലേ? ദിനേശ്, രാജേഷ്, കാർ സ്റ്റേഷനിലേക്ക് എടുക്ക്. ഇവരെ ജീപ്പിൽ കയറ്റേ. ഇൻസ്പെക്ടർ, ആ പറയേ. മാധവൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേട്ടിട്ടുണ്ടോ? അതിൽ ഞാൻ വൺ ഓഫ് ദി ബോർഡ് മെമ്പറാണ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. അത്രയും വലിയൊരു പൊസിഷനിലുള്ള നിങ്ങള് ആരെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യോ? അതും പോലീസുകാരോട്? ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. വീട്ടിലെത്തിയതിനു ശേഷം കാർ സ്റ്റേഷനിലേക്ക് അയക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ സീസ് ചെയ്തോ. ഇനി അതും നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ ആക്ഷൻ എടുക്കാം. ലെറ്റ്സ് മീറ്റ് ഇൻ ദ കോർട്ട്. ഇറ്റ്സ് ഓക്കെ മാഡം, നിങ്ങൾ പോയിക്കോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. നോക്കമ്മേ, ആ ഇൻസ്പെക്ടർ എടോ വല്ല നോക്കാതെ ആക്ഷൻ എടുക്കുന്നു വിചാരിച്ചപ്പോ വെറുതെ വിട്ടു കളഞ്ഞു. അതല്ലേ പൊന്നു ഞാൻ പറഞ്ഞത്, ഇതുപോലെ വലിയ ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ പോരുത്. ന്യായം എപ്പോഴും അവരുടെ ഭാഗത്തായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ന്യായം എല്ലാവർക്കും ഒരുപോലെയാ. നമുക്ക് ന്യായം കിട്ടണമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണം, വഴക്കുണ്ടാക്കുക തന്നെ വേണം. അത്രേ ഉള്ളൂ. എന്റെ പൊന്നെ, നീ വീണ്ടും വഴക്കിനൊന്നും പോകാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് വന്നേ, നടക്ക. അരുമയായ മരുമോളെ, എന്താ പറഞ്ഞേ? എരുമയായ മരുമകളോ? എരുമയല്ലടാ കഴുതേ, അരുമയായ. അവളാണ് ഈ വീട്ടിന്റെ വെളിച്ചം. ഇതെന്താ പുതിയൊരു കഥ? നിങ്ങളെ വിശ്വസിച്ചാ ആ വിളക്ക് എന്നെ കെടുത്തി കളയും. സന്ധ്യ, നിന്നെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇതാ ആദ്യം കഴിക്കേ. എന്താ അച്ഛാ ഇത്? എന്തിനാ? ഇതോ മൈസൂർ പാക്ക് നെയ്യിലുണ്ടാക്കിയതാ. കഴിക്കേ. എന്തിനാണെന്ന് ചോദിക്കേ. എന്റെ ഈ അരുമയായ മരുമോള് ആ ടെററായ കിളവനോട് സംസാരിച്ചിരിക്കുക. ഇവളുടെ ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്റെ പുന്നാര മോള് പ്രിയങ്ക നിന്റെ അമ്മയുടെ വീട്ടില് മരുമകളായിട്ട് പോകാൻ പോവുകയാ. എന്താ അച്ഛാ, എന്താ പറയുന്നേ? ഒന്നുമില്ല മോളെ. മോളുടെ കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടി മുത്തശ്ശൻ വരാൻ പറഞ്ഞു. അവിടെ പോയി സംസാരിച്ചെല്ലാം ശുഭമായി കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛാ, എന്റെ മുത്തച്ഛൻ വിളിച്ചെന്നോ? ആ, എന്താ സംശയമാണോ? ഇത് നിന്റെ മുത്തശ്ശന്റെ നമ്പർ തന്നെയല്ലേ? അതെ, ഇത് മുത്തച്ഛന്റെ നമ്പർ തന്നെയാ. പക്ഷേ അപ്പൊ അത് മതി. ഡാ, എന്താടാ ഇത്? മുഖത്ത് കടന്നൽ കുത്തിയതുപോലെ മിഴിച്ചു നിൽക്കുന്നേ. വാടാ, 2 കോടി രൂപ കിട്ടുന്ന വീട്ടിലേക്ക് പോകാം. അല്ല, ആ കിളവൻ വിളിച്ചെന്നോ? എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ. ഒന്ന് ഫോൺ എടുക്കാമേ. ഇവിടെ എന്തൊക്കെയോ നടക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. എടുക്കമ്മേ പ്ലീസ്. ഇത്ര വേഗം സമയം പോയത് അറിഞ്ഞതേ ഇല്ലമ്മേ. ഇന്നലെയൊക്കെ മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു. അമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സ് റിലാക്സ്ഡ് ആയി. ഒത്തിരി താങ്ക്സ് അമ്മേ. എനിക്കും അങ്ങനെ തന്നെയാ പൊന്നു. നിന്നെ കണ്ടതിൽ എനിക്കും ഭയങ്കര സന്തോഷം. ആ വീട്ടിൽ അമ്മാവൻ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് വരാൻ പൊന്നു. ശരി അമ്മേ. ഇപ്പൊ അമ്മ എങ്ങനെയാ പോവാ? ഏയ്, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ പൊന്നു. ഞാൻ നടന്നാ പോകുന്നേ. ഇത്രയും വെയിറ്റ് ഉള്ള ബാഗ് എടുത്ത് ഈ വെയിലത്ത് നടന്നു പോവാനോ? എന്റെ രാജരഥം ഇരിക്കുമല്ലേ, വന്ന് കേറിക്കോ, ഞാൻ കൊണ്ടുവിടാം.
അയ്യോ വേണ്ട മോളെ, നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഇവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞേ? 10 മിനിറ്റ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അതിലെന്ത് ബുദ്ധിമുട്ടാ? ആ, വേണ്ട പൊന്നു, ഞാൻ നടന്നു പൊയ്ക്കോളാം. അതെന്താമേ, സ്കൂട്ടറിൽ വരാൻ പേടിയായിട്ടാ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ, നമുക്ക് പേടി തോന്നുന്ന കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അതിനുശേഷം ആ പേടിയൊക്കെ പതുക്കെ മാറിക്കോളും. നമ്മളൊന്ന് ചുറ്റിക്കറങ്ങുമ്പോഴേക്കും എനിക്ക് സ്കൂട്ടർ ഓടിപ്പിച്ചതാന്ന് അമ്മ തന്നെ എന്നോട് പറയും. ഞാൻ സ്കൂട്ടർ ഓടിക്കാനോ? നീ എന്താ തമാശ പറയാണോ? നടക്കാത്തായിട്ട് ഒന്നുമില്ല. ഇന്ന് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടില് സേഫ് ആയിട്ട് വിടും. പിന്നെ ഒരു ദിവസം അമ്മ തന്നെ വണ്ടി ഓടിക്കണം. ആഹാ. എടാ ശിവാ, പുന്നാര ചേട്ടൻ വന്നെന്നാ തോന്നുന്നത്. കേശവ, ഈ ആൾ ആരായിരുന്നാലും അയാൾ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. കലിപ്പനായ ദത്തൻ ചേട്ടനെ തന്നെ ചിരിപ്പിക്കണമെങ്കിലേ ആള് ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. ഇത് വാങ്ങി. ഹായ് ചോക്ലേറ്റ്. എടാ അത് ചോക്ലേറ്റ് ഇല്ലടാ, സിഗരറ്റ് എടാ. നോക്കടാ, വാ. കണ്ടില്ലേ 2 കോടി രൂപയുടെ സ്വത്ത്? കണ്ടിട്ട് എന്തൊരു ഐശ്വര്യ. എന്തിനാടാ വായ്പളന്ന് നിൽക്കുന്നേ? എന്നാ പിടിക്ക്, നീ എടുക്ക. വലത് കാല് വെച്ച് അകത്തോട്ട് വാ. പെണ്ണെന്ന് പറഞ്ഞ എന്താ ചേട്ടാ? എനിക്കറിയില്ല. ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി ഒരു സോഡ കണ്ണാടിയൊക്കെ ഇട്ട് കുണിങ്ങി കുണിങ്ങി വരുന്നതാണോ ചേട്ടാ? അത് കണ്ടോടാ, സ്വന്തം പേരക്കുട്ടിയുടെ കല്യാണത്തെ ഓർത്ത് ആ കിളവൻ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് കണ്ടോടാ. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തിട്ടുണ്ട് സാർ. പിന്നെ ഒരു ക്വാർട്ടർ അല്ല ഒരു ടീ കുടിച്ചാലോ സാർ? ശരി, നടക്ക്. നമസ്കാരം. സുഖമാണോ നിങ്ങൾക്ക്? എടാ നീയായിരുന്നോ? എന്ത് ധൈര്യത്തിലാണ് നീ വീട്ടിനകത്ത് കയറിയത്? എന്താ ഇത്? വാതില് തുറന്നു കിടന്നു, ഞാനിങ്ങി വന്നു. വാതില് തുറന്നു കിടന്നാൽ അകത്തേക്ക് വരുന്നത് പട്ടികളാ. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. എന്താ ഇത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കല്യാണക്കാരി സംസാരിക്കാൻ വന്ന് എന്നെ ഇങ്ങനെ അപമാനിക്കാണോ വേണ്ടത്? എന്താ കല്യാണാലോചനയോ? എടാ, എച്ചിലുള്ള കയ്യില് ചിലപ്പോ കാക്ക വന്നിരിക്കും. ആ കാക്കയെ പിടിച്ച് 3 ഉള്ളിയുടെ വിലക്ക് വിൽക്കുന്നവനാ നീ. നാണമുണ്ടോടാ നിനക്ക്? ഈ ദത്തൻ ഭായിയുടെ വീട്ടിൽ വന്ന് നിന്റെ മകൾക്ക് കല്യാണം ആലോചിക്കാൻ ഞാൻ ആരെന്നറിയോടാ? എന്റെ അന്തസ് എന്താണെന്നറിയോ? എന്റെ കുടുംബം ഏതാണെന്നറിയോ? എന്റെ കുടുംബത്തിന്റെ മഹത്വം എന്താണെന്നറിയോ നിനക്ക്? ഈ ഏരിയയിലെ ഒരു നായ്ക്ക് പ്രവേശിക്കണമെങ്കിലും ഈ ദത്തൻ ഭായിയുടെ അനുവാദം വേണം. അറിയാമോടാ നിനക്ക്? അങ്ങനെയുള്ള എന്റെ വീട്ടിലേക്ക് നീ ഒരു കാള വരുന്നത് പോലെ അനുവാദമില്ലാതെ കയറി വന്നിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ മിണ്ടായിരിക്കും തോറും നിങ്ങൾ ഇങ്ങനെ വളവള സംസാരിക്കുകയാണല്ലോ. എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ? കാൽക്കാശിന് വിലയില്ലാത്ത കീറച്ചാക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ. നിന്റെ മകനെ പറഞ്ഞിളക്കി എന്റെ പേരക്കുട്ടി ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയില്ലേ? അത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതുന്നു നിന്നെ. മിണ്ടിപ്പോകരുത്. നീ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ തന്നെയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്? വിട് കേശവനെ. വിടാനല്ലേ പറഞ്ഞത്? നിർത്തടാ. അമ്മേ, നമുക്കൊരു കരിക്ക് കുടിക്കാം. ആ, കരിക്കോ? എന്തിനാ? എന്റെ വീട്ടിൽ വന്നാ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരില്ലേ? ദേ ഇവിടെ അടുത്ത് തന്നെയാ എന്റെ വീട്. അമ്മയുടെ വീട് ഈ വഴിയാണോ? എന്റെ ഹീറോയുടെ വീടും. കിച്ചു, ഒരു മിനിറ്റ്. എന്റെ അയൽപക്കത്തെ വീട്ടിലെ പയ്യനാ. ഹലോ, ഞാൻ മാധവ് സാറിന്റെ കഫേയിൽ നിന്നാണ് വിളിക്കുന്നത് മാഡം. ഞാൻ എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചാല് ഈ നമ്പർ ആരുടെയെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിയാം. എന്താ കാര്യം? മാഡം, ഈ ഫോണിന്റെ ഉടമസ്ഥൻ ഇപ്പൊ ഞങ്ങളുടെ കഫേയിൽ വന്നിരുന്നു. അയാള് പെട്ടെന്ന് ഇവിടെ തലകറങ്ങി വീണു മാഡം. ബോസ് എന്ന് ഇതിൽ സേവ് ചെയ്ത് കണ്ടു. അതാണ് ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത് മാഡം. അയ്യോ ദൈവമേ. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. താങ്ക് യു മാഡം. എന്താ കിച്ചു, നീ എന്താ ഇവിടെ നിക്കുന്നേ? ആ ദത്തൻ മുത്തശ്ശൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുകയാ. അയ്യോ, അങ്ങനെയാണോ? പൊന്നുനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പോയല്ലോ. അവിടെ വഴക്കം നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അമ്മേ, തെറ്റിദ്ധരിക്കരുത്.
എനിക്ക് കുറച്ച് ജോലിയുണ്ട്. വീട്ടിലേക്ക് ഞാൻ പിന്നൊരു ദിവസം വരാം. എന്താ പൊന്നു, ടെൻഷനായിരിക്കുന്നല്ലോ, എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീട് ഫോൺ ചെയ്ത് പറയാമേ. ഇപ്പൊ ഞാൻ പോട്ടെ. കല്യാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിന്റെ അടുത്ത് തലവെച്ച് കിടന്നാൽ തന്നെ നിന്നെ വെറുതെ വിടില്ലടാ ഈ ദത്തൻ. ഓടാ അളിയ ഒന്ന് മാറിക്കേ. എന്താ ഇത്? എന്റെ അളിയനോട് പോവാൻ പറയുന്നു. എന്റെ അളിയൻ ചുമ്മാ ഇരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ചുമ്മാ ഇരിക്കില്ല. എന്റെ അളിയൻ ഒരു ജെന്റിൽമാൻ ആണ്. അദ്ദേഹത്തെ അപമാനിക്കുന്നോ? ഇറങ്ങി പോവാൻ പറയുന്നു. ഇദ്ദേഹത്തിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ വരനെ കിട്ടില്ലെന്നാണ് വിചാരിച്ചത്. കോടിക്കണക്കിന് രൂപ വെറുതെ പാവങ്ങൾക്ക് എഴുതി കൊടുത്ത ആളാ എന്റെ ഈ പൊന്നളിയൻ. ഇങ്ങോട്ട് മാറിക്കണം. പറഞ്ഞത് കേട്ടില്ല അല്ലേ? പോകുന്നോ അതോ ഞാൻ എന്താ ഇത്? ഞങ്ങൾ ഗതിയില്ലാത്തവരാണെന്ന് കരുതിയോ? സംസാരിക്കാൻ വരൂ എന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഇപ്പൊ റോഡിൽ നിർത്തി ഞങ്ങൾ അപമാനിക്കുകയാണോ? നിങ്ങളുടെ കൊച്ചുമോന് എന്റെ മകൾ പ്രിയങ്കയെ ഇഷ്ടപ്പെട്ടെന്നും കല്യാണക്കാര്യം സംസാരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ? അപ്പൊ ആ ഫോട്ടോയിലുള്ളത് നിന്റെ മകളാ? അത് എനിക്കെങ്ങനെ അറിയാം? നേരത്തെ ഞാനത് അറിഞ്ഞിരുന്നെങ്കിലേ ആ ഫോട്ടോ 4 ആയിട്ട് വലിച്ചു കീറി പുറത്തെറിഞ്ഞേനെ. കല്യാണം ആലോചിക്കുന്നു, അതും ഇവന്റെ മകളുമായിട്ട്. ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഈ ജന്മത്തില് ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. വെൽക്കം ടു യു മാം. ഇത് മാഡത്തിനൊരു ചെറിയ സർപ്രൈസ് ആണ്. മാഡം സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കൂ. ഐ എം റിയലി സോറി ബോസ്. ഞാൻ തെറ്റാണ് ചെയ്തത്. എന്നോട് ക്ഷമിച്ചെങ്കിൽ നീ ബൊക്കെ വാങ്ങണം. ക്ഷമിച്ചില്ലെങ്കിൽ വിവരമുണ്ടോ നിനക്ക്? ബ്രേക്കപ്പ് ഒന്നും പറഞ്ഞ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ എനിക്കൊരു കോള് വരുവാ. നീ ബോധം കെട്ട് വീണു പറഞ്ഞ് എന്റെ ജീവൻ പോകുന്ന പോലെ തോന്നി എനിക്ക്. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രാങ്ക് ചെയ്താലുണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇതുപോലെ എന്ന് പറഞ്ഞാൽ എന്നോടിപ്പോ ക്ഷമിച്ചു എന്നല്ലേ അർത്ഥം ബോസ്? ഞാൻ ഇനിയും ബൊക്കെ വാങ്ങിയിട്ടില്ല. നീ ഇത് വാങ്ങാനായിട്ട് ഞാൻ കാത്തിരിക്കാം. ഐ എം റിയലി സോറി ബോസ്. നീ ഇങ്ങനെ തല കുനിക്കുന്ന ഒരു ദിവസവും ഒരിക്കലും വരാൻ പാടില്ല. എന്റെ മകളുടെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ കൊച്ചുമകൻ സമ്മതിച്ചു എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്താ ഇത്? ഇങ്ങോട്ട് നോക്കൂ. കല്യാണം കഴിക്കുന്നതിന് നിങ്ങളുടെ കൊച്ചുമോന് ഒരു പ്രശ്നവും ഇല്ല. പയ്യന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും. നടുവിൽ നിങ്ങൾ എന്തിനാ ഈ പട്ടി വാലാട്ടം പോലെ നിൽക്കുന്നത്? വായടച്ചിട്ട് മിണ്ടാതിക്കടാ. തുളസിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ മരുമകളാടാ അവള്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ വന്ന കാലം മുതൽ എന്റെ ഒരു വാക്ക് പോലും ധിക്കരിച്ചിട്ടില്ല, മറുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. പാവം പിടിച്ച കുട്ടിയാണവൾ, വെറും പാവം പിടിച്ചവൾ. ഓ, നമസ്കാരം നമസ്കാരം. കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നത്. നോക്കൂ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഇവര് തന്നെ കല്യാണക്കാര് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പൊ തോന്നിയ ദിവസം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മകന് എന്റെ മകൾ പ്രിയങ്കയെ ഇഷ്ടപ്പെട്ടു എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് ആ കല്യാണക്കാര് സംസാരിക്കാൻ ഇവിടെ വന്നാൽ എന്നെ നായെന്നും നരിയെന്നും പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ശരിയാണോ? വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്ന തുളസി, വലിയൊരു തെറ്റ്. അത് ഇവന്റെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഫോൺ ചെയ്യില്ലായിരുന്നു. വീണ്ടും വീണ്ടും ഈ വൃത്തികെട്ടവന്റെ കുടുംബവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ എനിക്കെന്താ ഇവിടെ തലയ്ക്ക് സുഖമില്ലാതിരിക്കണോ? നോക്കുമോളെ, ആ ഫോട്ടോയില് ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ നമ്മളെ വീട്ടിൽ എങ്ങനെയാ വന്നേ? അത് ഞാൻ തന്നെ എന്റെ മരുമകളുടെ കയ്യിൽ കൊടുത്തതാ. അതായത് ഇവരുടെ മകളുടെ കയ്യിൽ കൊടുത്തയച്ചത്.